സഞ്ജു സാംസണോട് കാണിക്കുന്ന നെറുകേട് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. മലയാളികൾ എല്ലാവരും പ്രതികരിക്കണം. കുറെ പേര് സഞ്ജുവിനെ കളിയാക്കിക്കൊണ്ട് കുഞ്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ നിങ്ങൾ കളിയാക്കുന്നുണ്ട്. നിങ്ങൾ കേരളത്തിൽ നിന്നും വന്ന ഒരു പ്ലെയറിനെ ഇതുപോലെ അടിച്ചു താക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നാളെ നിങ്ങളുടെ മക്കൾ ഇതുപോലെ ഇന്ത്യൻ ടീമിൽ കയറാനായിട്ട് അവർ ചെല്ലുമ്പോഴും അവരോട് ഇതായിരിക്കും കാണിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. 3 മത്സരങ്ങളിലൂടെ വേൾഡ് കപ്പ് നേടിത്തന്ന ഒരു താരമാണ് സഞ്ജു സാംസൺ. വേണ്ടേ, അവരുടെയൊക്കെ ജേഴ്സിയുടെ അവിടെ ഇരിക്കുന്ന 3 സ്റ്റാറിൽ 1 സ്റ്റാർ സഞ്ജു കൊടുത്ത ദാനമാണ്. എന്നിട്ടാണ് അദ്ദേഹത്തെ 3 കളി, അത് അയർലൻഡുമായിട്ടുള്ള കളി, അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഫസ്റ്റ് കളി, അയർലൻഡുമായിട്ടുള്ള കളിയിൽ ആരും തിളങ്ങിയിട്ടില്ല. അതിന്റെ അകത്തും ഈ പറയുന്ന അഭിഷേക് ശർമ്മ 0ക്ക് പോയിട്ടുണ്ട്, ഇഷാൻ കിഷൻ 0ക്ക് പോയിട്ടുണ്ട്, ഇഷാൻ കിഷന് 0യും റൺഔട്ടും എല്ലാം ആയി പോയിട്ടുണ്ട്. ആരാണ് നല്ല രീതിയിൽ കണ്ടിന്യൂ കളിച്ചിട്ടുള്ളത്? ഒരുത്തനുമില്ല. പക്ഷേ ആർക്ക് വേണ്ടിയും സഞ്ജുവിനെ ബലികേടാക്കുന്ന ഈ ചെറ്റ പരിപാടി നിർത്തണം. ഇത് ഈ പറയുന്ന BCCI ആയിക്കോട്ടെ, ഗൗതം ഗംഭീർ ആയിക്കോട്ടെ, ഈ പന്നത്തരം കാണിക്കുന്നത് നിർത്തണം. ഈ നെറുകെട്ട രീതിക്കെതിരെ മലയാളികൾ ഓരോരുത്തരും പ്രതികരിക്കണം. ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കണം. ഇതുപോലെ അവഗണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേറെ ആരെങ്കിലും ഇതുപോലെ അവഗണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാകില്ല. ഇപ്പൊ വേണ്ട, സിംബാബ്വേയുടെ പുതിയ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു, അതിലും സഞ്ജു ഇല്ല. പിന്നെ ഇന്ന് നടക്കുന്ന മത്സരം, ഇനി നടക്കാൻ പോകുന്ന ഇംഗ്ലണ്ട് പര്യടനം, സഞ്ജു കാണത്തില്ല, ബെഞ്ചിലായിരിക്കും. വൈഭവ് സൂര്യവംശിക്ക് വേണ്ടി സഞ്ജുവിനെ പുറത്താക്കി. ധോനി ക്യാപ്റ്റൻ ആയപ്പോഴും സഞ്ജു ബെഞ്ചില്, കോഹ്ലി ക്യാപ്റ്റൻ ആയപ്പോഴും സഞ്ജു ബെഞ്ചില്, രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആയപ്പോഴും സഞ്ജു ബെഞ്ചില്. പറയുമ്പോൾ ഇത്രയും നാൾക്ക് മുമ്പേ കളിക്ക് വന്ന ആളാണ്. പക്ഷെ ഇതുവരെ ആയിട്ടും 2020 മത്സരം കളിച്ചിട്ടുള്ളത് എത്രയാണ്? 57 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാ? ഓരോരുത്തർക്കും വേണ്ടി ബലി കൊടുക്കുന്ന ഒരു ആള് പോലാണ് സഞ്ജുവിനെ നമ്മൾ കാണുന്നത്. അതേപോലെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഋഷഭ് പന്ത് വരട്ടെ, സഞ്ജുവിനെ പുറത്താക്കും. ഗില്ല് വരട്ടെ, സഞ്ജുവിനെ പുറത്താക്കും. അതോടൊപ്പം തന്നെ ആരാണ് പുതിയതായിട്ട് ആരെങ്കിലും കയറി വരുന്ന ആര് വന്നാലും, ഇപ്പൊ KL രാഹുലിന് വേണ്ടി സഞ്ജുവിനെ പുറത്താക്കും, സൂര്യയ്ക്ക് വേണ്ടി സഞ്ജുവിനെ പുറത്താക്കും, ഇപ്പൊ വൈഭവിന് വേണ്ടി സഞ്ജുവിനെ പുറത്താക്കും. അങ്ങനെ പുറത്താക്കി ഇപ്പൊ മൊത്തത്തിൽ അങ്ങ് പുറത്താക്കി. ഇപ്പൊ പുറത്താക്കിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുകയാണ് റെസ്റ്റ് ആണെന്ന്. റെസ്റ്റ്. ആരാധകരുടെ രോഷം വന്നപ്പോൾ അവർ പറയുകയാണ് റെസ്റ്റ് കൊടുത്താണെന്ന്. റെസ്റ്റ്? എന്ത് റെസ്റ്റ്? സഞ്ജുവിന് എന്തിന്റെ റെസ്റ്റ് ആണ് വേണ്ടത്? ഇഷാൻ കിഷന് റെസ്റ്റ് വേണ്ടേ? അഭിഷേക് ശർമ്മയ്ക്ക് റെസ്റ്റ് വേണ്ടേ? ബാക്കി ആർക്കും റെസ്റ്റ് വേണ്ടേ? ഈ കാണിക്കുന്ന ഈ ചെറ്റത്തരം ഉണ്ടല്ലോ. ഗൗതം ഗംഭീർ എന്തായിരുന്നു പറഞ്ഞത്? 21 വട്ടം സഞ്ജു ഡക്ക് പോയാലും ഞാൻ മാറ്റത്തില്ലെന്ന് അവനാണ് ഇപ്പം സഞ്ജുവിനെ പുറത്താക്കാനായിട്ട് കൂട്ടുനിന്നിരിക്കുന്നത്. ആ ചെറിയനുണ്ടല്ലോ അഗാർക്കർ, നിനക്കൊക്കെ എന്താടാ കേരളക്കാരോട് ഇത്ര പുച്ഛം? എന്താടാ പുച്ഛം? നാളെ കേരളത്തിൽ നിന്ന് എന്റെ മകനോ ഈ പറയുന്ന ഓരോരുത്തരുടെ മക്കളോ ഇന്ത്യൻ ടീമിൽ വരുമ്പോൾ നീയൊക്കെ ഈ പരിപാടി, ഈ ചെറ്റത്തരം കാണിക്കത്തില്ലോടാ? നിനക്കൊക്കെ ഇഷ്ടപ്പെട്ട കുറെ എണ്ണത്തിനെ വെച്ചോണ്ട് നീയൊക്കെ കളിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണോ? ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന്റെ ആ ഒരു ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാ പന്നങ്ങളെ. നിന്നോടൊക്കെ 2 വർത്തമാനം പറഞ്ഞില്ലേ ഉണ്ടല്ലോ, എനിക്കങ്ങോട്ട് ഇതാവുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാ, ഞാൻ നീട്ടി വെച്ചതാ. നിന്നെയൊക്കെ എന്താ പറയേണ്ടത്? പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും